Hi my dear friends, welcome to my channel Biology for All. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സയൻറ്റിഫിക് ഓഫീസർ ബയോളജി ഫോറിൻ സയൻസ് ലബോറട്ടറിയിലെ ആ തസ്തികയിലേക്ക് PS നടത്തിയ പരീക്ഷയിൽ ചോദിച്ച 61 മുതൽ 65 വരെയുള്ള ക്വസ്റ്റ്യനാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് എല്ലാവർക്കും ഉള്ളൊരു പ്രശ്നം, നമ്മളെപ്പോഴും നമുക്ക് പഠിക്കുന്ന സമയത്ത് നമ്മൾ പറയുന്ന ഒരു പരാതിയുണ്ട്, നമുക്ക് സമയം കിട്ടുന്നില്ല എന്ന്. ഓക്കെ, സമയം കിട്ടുന്നില്ല എന്ന് പറയുന്നത് ഒരു തരത്തിൽ പറഞ്ഞാൽ അത് ശരിയല്ല. കാരണം സമയം നമ്മൾ കണ്ടെത്തുക തന്നെ വേണം. ഓക്കെ, ആ സമയം കണ്ടെത്തുവാൻ വേണ്ടി ഒരുപക്ഷെ നിങ്ങൾക്ക് നിങ്ങളുടെ ആഹാരം കഴിക്കുന്ന സമയം കുറച്ച് കടമെടുക്കേണ്ടി വരും. നിങ്ങൾ ഉറങ്ങുന്ന അല്ലെങ്കിൽ വിശ്രമിക്കുന്ന സമയം കുറച്ച് കടമെടുക്കേണ്ടി വരും. നിങ്ങൾ നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായി സംവദിക്കുന്ന സമയം കുറച്ച് കടമെടുക്കേണ്ടി വരും. ആ കടമെടുക്കുന്ന സമയങ്ങളെയെല്ലാം നിങ്ങൾ ഈ പരീക്ഷ എഴുതാൻ വേണ്ടി വഴിതിരിച്ചു വിടുകയാണെങ്കിൽ ഉറപ്പായും നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആ ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരാൻ സാധിക്കും. യാതൊരു സംശയവും അതില്ല. വെൻ ദർ ഇസ് എ ഹാർഡ് വർക്ക് ദർ വിൽ ബി എ റിസൾട്ട് എന്നുള്ളതാണ്. നമ്മൾ എവിടെ കഠിനാധ്വാനം ചെയ്യുന്നു അവിടെ നമ്മൾ ഉദ്ദേശിക്കുന്ന ഫലത്തിൽ നമുക്ക് എത്തിച്ചേരാൻ സാധിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ഒരു സംശയം, നമ്മൾ ചെയ്യുന്ന എല്ലാ വർക്കും ഹാർഡ് വർക്കാണോ എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ കുറച്ച് സമയമൊക്കെ പഠിക്കാറുണ്ട്, ശരി തന്നെയാണ്. പക്ഷേ എപ്പോഴാണോ നമ്മൾ സമയം കണ്ടെത്തി നമ്മുടെ പ്രിയപ്പെട്ടവരുമായിട്ട് സംവദിക്കാൻ നമ്മളെടുക്കുന്ന സമയം, നമ്മൾ ആഹാരം കഴിക്കുവാൻ വേണ്ടി എടുക്കുന്ന സമയം, നമ്മൾ വിശ്രമിക്കാൻ വേണ്ടി എടുക്കുന്ന സമയം, വിനോദങ്ങളിൽ ഏർപ്പെടാൻ എടുക്കുന്ന സമയം, എപ്പോഴാണോ നമ്മൾ കടമെടുത്ത് അതിനെ പഠനത്തിലേക്ക് വഴിതെളിക്കുന്നത്, അപ്പോൾ അങ്ങനെ നമ്മൾ ചെയ്യുന്ന വർക്കിനെ നമുക്ക് എന്ത് വിളിക്കാം? ഹാർഡ് വർക്ക് എന്ന് തന്നെ വിളിക്കാം. നമുക്കറിയാം, ദർ ഇസ് നോ സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ ഹാർഡ് വർക്ക്. അല്ലെ, കഠിനാധ്വാനത്തിന് പകരമായിട്ടൊന്നും വയ്ക്കാൻ നമുക്ക് പറ്റില്ല. ഒരു സബ്സ്റ്റിറ്റ്യൂട്ടിന് നമുക്ക് അതിൻ്റെ പകരം കണ്ടെത്താൻ കഴിയില്ല. പഠിക്കുക തന്നെ വേണം. ഓക്കെ, നിങ്ങളൊരു 60% എങ്കിലും ഹാർഡ് വർക്ക് നിങ്ങൾ ഒന്ന് ഇൻപുട്ട് ചെയ്ത് നോക്കിയേ. ഒരു 40%, റിമൈനിങ് 40% നിങ്ങളറിയാതെ തന്നെ നിങ്ങൾ ഉടലെടുക്കും. ഓക്കെ, നമുക്ക് എല്ലാവർക്കും ആവശ്യമായിട്ടുള്ളത് ഒരു തുടക്കമാണ്. എവിടെയും ഏതൊരു കാര്യത്തിനും, അല്ല എല്ലാ കാര്യത്തിനും വി വാണ്ട് എ ബിഗിനിങ്. ഓക്കെ, ആ തുടക്കം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഫ്ലോയിലോട്ട് പോവുക, ഒഴുക്കിൽ പെടുക എന്നുള്ളതാണ് അടുത്ത ഘട്ടം. ആ ഒഴുക്കിലോട്ട് പെട്ട് കഴിഞ്ഞാലോ പിന്നെ ആര് വിചാരിച്ചാലും നമുക്ക് ആ ഒഴുക്കിൽ നിന്ന് നമ്മൾ വേർതിരിക്കാൻ കഴിയില്ല, അല്ലെങ്കിൽ വളരെ ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, അതിനെയാണ് നമ്മൾ പറഞ്ഞ് നിങ്ങൾ ട്രാക്കിലോട്ട് വരിക എന്നുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് എളുപ്പമുള്ള പാഠങ്ങൾ പഠിച്ചു തുടങ്ങി നമ്മൾ ആദ്യം ട്രാക്കിലോട്ട് വരിക. അപ്പോൾ എളുപ്പമുള്ള കാര്യങ്ങൾ പഠിക്കുമ്പോൾ നമ്മളൊരു ആത്മവിശ്വാസം ബിൽഡപ്പ് ചെയ്യും. ആ ആത്മവിശ്വാസം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഏത് പ്രയാസമേറിയ കാര്യവും ഏത് ഡിഫിക്കൽട്ട് ടോപ്പിക്കും പഠിക്കാൻ സാധിക്കും. അതുകൊണ്ട് എന്നെ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് എനിക്ക് പറയാനുള്ളത് ഒരു കാര്യം മാത്രമാണ്. നമ്മുടെ ഇപ്പോഴത്തെ ലക്ഷ്യമെന്ന് പറയുന്നത് നിങ്ങളുടെ ഈ വരാൻ പോകുന്ന ഈ പരീക്ഷയാണ് എങ്കിൽ അതിനുവേണ്ടി നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്തിരിക്കണം. ഓക്കെ, ഹാർഡ് വർക്ക് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു മനസ്സ് നിങ്ങൾക്ക് ആദ്യം ഉണ്ടാവണം. അത് തീർച്ചയായിട്ടും ഉണ്ട് എന്ന് എനിക്കറിയാം. അപ്പോൾ ഒരു തുടക്കം നിങ്ങൾക്ക് വേണം. ആ തുടക്കത്തിൻ്റെ ഫലമായിട്ട് നിങ്ങൾ പഠിച്ചു തുടങ്ങുമ്പോൾ നിങ്ങൾ ട്രാക്കിലോട്ട് തീർച്ചയായിട്ടും വരും. ആ ട്രാക്കിലോട്ട് വന്നു കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ആ ട്രാക്ക് വിട്ടുപോകാൻ തോന്നത്തില്ല. ഓക്കെ, അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പഠിക്കാൻ എളുപ്പമുള്ള ടോപ്പിക്കുകളിൽ പഠിച്ചു തുടങ്ങുക. ഓക്കെ, അത് നമുക്ക് ഡിഫിക്കൽട്ടായിട്ടുള്ള ടോപ്പിക് പഠിക്കാനുള്ള ഒരു ഊർജ്ജം നൽകുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു കാര്യം. ഓക്കെ, ഇത് വെറുതെ പറയുന്നതല്ല, നമ്മുടെയൊക്കെ അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ പറയുന്നതാണ്. ഓക്കെ, നമുക്ക് ഏതൊരു കോമ്പറ്റീവ് എക്സാമിനേഷനും നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് അതിൻ്റെ സിലബസാണ്. ഞാൻ സിലബസിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് ആവശ്യമുള്ളവർക്ക് ഞാൻ ലിങ്ക് പിന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നതായിരിക്കും. അപ്പോൾ സിലബസിൽ തന്നെ നമുക്ക് എല്ലാ പോർഷനും നമുക്ക് കവർ ചെയ്യണം നിർബന്ധമില്ല. PSC വർഷങ്ങളായിട്ട് ഇങ്ങനെയുള്ള കോമ്പറ്റീവ് എക്സാമിനേഷന് സ്ഥിരമായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന മേഖലകളുണ്ട്, ഓരോരോ പോർഷൻസ് ഉണ്ട്. ആ പോർഷന് കൂടുതൽ പ്രാധാന്യം നൽകി പഠിക്കണം. അപ്പോൾ ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കും സിലബസിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പം ആ ടോപ്പിക്കിന് കൂടുതൽ പ്രാധാന്യം നൽകി നിങ്ങൾ പഠിക്കുക. ഒരു 50% ഓർ അപ് ടു 60% വരെയെങ്കിലും നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്യണം. ഒരുപാട് ക്വസ്റ്റ്യൻസ് MCQ വർക്കൗട്ട് ചെയ്യണം. +2 ലെവലുള്ള MCQ, ഡിഗ്രി ലെവൽ, ദെൻ MSc ലെവലിലെ MCQ. പിന്നെ പല ചങ്ങാതിമാരും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇത് നെറ്റ് ലെവൽ CSIR നെറ്റ് ലെവൽ ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കും. അങ്ങനെയുള്ള ഒരു ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് ഒന്നും ഉണ്ടാവുകയില്ല എന്നുള്ളതാണ്. ഓക്കെ,
അതായത് നമ്മുടെ MSc ലെവലിലുള്ള MCQ സിമ്പിളായിട്ടുള്ള ഒന്നോ രണ്ടോ സെൻറ്റൻസിൽ വരുന്ന ക്വസ്റ്റ്യൻസാണ്. നമുക്ക് CSA നെറ്റ് ലെവലെന്ന് പറയുമ്പോൾ പാരഗ്രാഫ് പോലുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്, അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും വരുന്നില്ല. ബേസിക് ആയിട്ടുള്ള കൺസെപ്റ്റുകൾ നിങ്ങളെ ഊട്ടി ഉറപ്പിക്കുവാൻ വേണ്ടി, അത് ഉണ്ടോ എന്ന് പരിശോധിക്കുവാൻ വേണ്ടിയുള്ള ക്വസ്റ്റ്യൻസാണ് ഇവർ ചോദിക്കുന്നത്. ഓക്കെ, അതിൽ ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, റീസെൻ്റായിട്ടാണ് ഈ PSC ഇങ്ങനെ പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള, അത് പ്രോബ്ലം ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ചോദിച്ചു തുടങ്ങിയിട്ടുള്ളത്. അതുപോലെ മാച്ച് ദ ഫോളോയിങ് ടൈപ്പ് ക്വസ്റ്റ്യൻസ്, പിന്നെ ഒന്നോ രണ്ടോ സ്റ്റേറ്റ്മെൻറ്റ് വൈസ് ലൈക്ക് ക്വസ്റ്റ്യൻസും ഉണ്ടാവാറുണ്ട്. അപ്പം അതൊക്കെ മനസ്സിലിരുത്തി വേണം നമ്മൾ ഇതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ. ഓക്കെ, അപ്പം ഞാൻ അധികം നീട്ടുന്നില്ല, നമുക്ക് ഇനി ക്വസ്റ്റ്യൻ ഡിസ്കഷനിലേക്ക് കടക്കാം. ഓക്കെ, 61ാമത്തെ ക്വസ്റ്റ്യനാണ് നിങ്ങളിവിടെ കാണുന്നത്. ഓക്കെ, ഞാൻ പറഞ്ഞല്ലോ 61 മുതൽ 65 വരെയുള്ള ക്വസ്റ്റ്യനാണ് നമ്മൾ ഇന്ന് പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഈ 5 ക്വസ്റ്റ്യൻ പരിശോധിച്ച് കഴിഞ്ഞാൽ ഈ 5 ക്വസ്റ്റ്യനും ചോദിച്ചിരിക്കുന്നത് ബ്രയോഫൈറ്റ് ആൻഡ് ടെർഡോഫൈറ്റ് എന്ന കാറ്റഗറിയിൽ നിന്നാണ്. അല്ലെ, താഴ്ന്ന നിലവാരത്തിലുള്ള ലോവർ ഓർഗനൈസേഷനുള്ള പ്ലാന്റ്സ് ആണല്ലോ ബ്രയോഫൈറ്റും ടെർഡോഫൈറ്റും അല്ലേ. ആ അത്തരത്തിലുള്ള പ്ലാന്റുകളെക്കുറിച്ച് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസാണ് 61 മുതൽ 65 വരെയുള്ള ക്വസ്റ്റ്യൻസും. ഓക്കെ, നോക്കി നമുക്ക് 61ാമത്തെ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കാം. ഹോണി സ്പോറോഫൈറ്റ് ഈസ് ദ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ഓഫ് ഓപ്ഷൻ A മാർക്കാൻഷ്യ, ഓപ്ഷൻ B ആൻഡോസിയറസ്, ഓപ്ഷൻ C ലുനിലേറിയ ആൻഡ് ദ ഫൈനൽ ഓപ്ഷൻ ഈസ് ഫ്യുനേറിയ. ഓക്കെ, ഏതൊരു പ്ലാന്റ് ലൈഫ് സൈക്കിൾ പരിശോധിച്ച് കഴിഞ്ഞാലും നമുക്ക് 2 തരത്തിലുള്ള ജനറേഷൻ കാണാൻ പറ്റും. ഓക്കെ, ഒരു ഹാപ്ലോയിഡ് ജനറേഷനും ഒരു ഡിപ്ലോയിഡ് ജനറേഷനും കാണാൻ പറ്റും. ഓക്കെ, ഹാപ്ലോയിഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ക്രോമസോമുകൾ ഒറ്റയ്ക്കൊറ്റയ്ക്ക് ഇരിക്കുകയാണ് എങ്കിൽ അത്തരത്തിലുള്ള ക്രോമസോമുകൾ കാണപ്പെടുന്ന ജനറേഷനെ നമുക്ക് എന്ത് വിളിക്കാം? ഹാപ്ലോയിഡ് ജനറേഷൻ എന്ന് വിളിക്കാം. ക്രോമസോമുകൾ 2ൻ്റെ കൂട്ടമായിട്ട് ഇരിക്കുകയാണെങ്കിൽ അത്തരത്തിലുള്ള ജനറേഷനെ നമുക്ക് എന്ത് വിളിക്കാം? ഡിപ്ലോയിഡ് ജനറേഷൻ എന്ന് വിളിക്കാം അല്ലേ. ഹാപ്ലോയിഡ് ജനറേഷനെ N കൊണ്ടും ഡിപ്ലോയിഡ് ജനറേഷനെ 2N കൊണ്ടുമാണ് നമ്മൾ സൂചിപ്പിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഏതൊരു പ്ലാന്റ് ബോഡിയുടെ ലൈഫ് സൈക്കിൾ പരിശോധിച്ച് കഴിഞ്ഞാലും നമുക്ക് ഹാപ്ലോയിഡ് ജനറേഷനും കാണാൻ പറ്റും, ഡിപ്ലോയിഡ് ജനറേഷനും കാണാൻ പറ്റും. ഓക്കെ, ആ ഹാപ്ലോയിഡ് ജനറേഷനെ വിളിക്കുന്ന പേരാണ് ഗാമിറ്റോഫൈറ്റ്. ഓക്കെ, ഡിപ്ലോയിഡ് ജനറേഷനെ വിളിക്കുന്ന പേരാണ് സ്പോറോഫൈറ്റ്. അപ്പോൾ എന്താണ് ഗാമിറ്റോഫൈറ്റ്? ദി ഹാപ്ലോയിഡ് ജനറേഷൻ ഓഫ് എ പ്ലാന്റ് ബോഡി ക്യാൻ ബി കോൾഡ് ആസ് വാട്ട്? ഗാമിറ്റോഫൈറ്റ് അല്ലേ. ഇനി ആ ഗാമിറ്റോഫൈറ്റിൻ്റെ ഫംഗ്ഷൻ എന്താണ്? പേര് പറയുന്ന പോലെ തന്നെ ഗാമിറ്റോഫൈറ്റ്, the haploid plant body having the capacity to produce gametes can be called as gametophyte. ഓക്കെ, ഗാമേറ്റിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയുന്ന ഹാപ്ലോയിഡ് പ്ലാന്റ് ബോഡി വിളിക്കുന്ന പേരാണ് ഗാമിറ്റോഫൈറ്റ്. അപ്പോൾ എന്തായിരിക്കും സ്പോറോഫൈറ്റ്? ദ ഡിപ്ലോയിഡ് പ്ലാന്റ് ബോഡി ഹാവിങ് ദ കപ്പാസിറ്റി ടു പ്രൊഡ്യൂസ് സ്പോർ ക്യാൻ ബി കോൾഡ് ആസ് സ്പോറോഫൈറ്റ്. ഓക്കെ, അപ്പോൾ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ദ പ്ലാന്റ് ബോഡി വിച്ച് ജനറേറ്റ് ഗാമിറ്റ് ക്യാൻ ബി കോൾഡ് ആസ് ഗാമിറ്റോഫൈറ്റ്. അതുകൊണ്ട് തന്നെ പ്ലാന്റ് ബോഡി എന്തായിരിക്കും? ഹാപ്ലോയിഡ് ആയിരിക്കും. ഓക്കെ, ദ പ്ലാന്റ് ബോഡി വിച്ച് ഈസ് ഹാവ് ദ കപ്പാസിറ്റി ടു പ്രൊഡ്യൂസ് സ്പോർ ക്യാൻ ബി കോൾഡ് ആസ് സ്പോറോഫൈറ്റ്. ആ ഡിപ്ലോയിഡ് പ്ലാന്റ് ബോഡിയാണ് സ്പോറോഫൈറ്റ് എന്ന് വിളിക്കുന്നത്. മറക്കരുത്, ഗാമിറ്റോഫൈറ്റ് പ്ലാന്റ് ബോഡി ഹാപ്ലോയിഡ് ആയിരിക്കും, സ്പോറോഫൈറ്റ് പ്ലാന്റ് ബോഡി ഡിപ്ലോയിഡ് ആയിരിക്കും. ഇനി ഗാമിറ്റോഫൈറ്റ് പ്ലാന്റ് ബോഡി പ്രൊഡ്യൂസ് ചെയ്യുന്ന എന്താണ്? ഗാമേറ്റ്സിനെയാണ്. ഇനി സ്പോറോഫൈറ്റ് പ്ലാന്റ് പ്രൊഡ്യൂസ് എന്താ? പേര് തന്നെയുണ്ട്, സ്പോർ ജനറേറ്റിംഗ് പ്ലാന്റ് ബോഡീസ് നോൺ ആസ് സ്പോറോഫൈറ്റ്. ഗാമേറ്റ് ജനറേറ്റിംഗ് പ്ലാന്റ് ബോഡീസ് നോൺ ആസ് ഗാമിറ്റോഫൈറ്റ്. ഇനി എങ്ങനെയാണ് അവരുടെ ക്രോമസോമിൻ്റെ വിന്യാസം? ഗാമിറ്റോഫൈറ്റിക് പ്ലാന്റ് ബോഡി ഹാപ്ലോയിഡ് ആയിരിക്കും, സ്പോറോഫൈറ്റിക് പ്ലാന്റ് ബോഡി ഡിപ്ലോയിഡ് ആയിരിക്കും. നോക്കി, ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞുകൊള്ളട്ടെ. പലപ്പോഴും പലരും തെറ്റായിട്ട് പഠിക്കുന്ന അല്ലെങ്കിൽ മനസ്സിലാക്കാൻ വിട്ടുപോകുന്നൊരു കാര്യമാണ്, ശ്രദ്ധിച്ച് കേൾക്കുക. ഗാമിറ്റോഫൈറ്റ് പ്ലാന്റ് ബോഡിയുടെ പ്രധാനപ്പെട്ട ധർമ്മം ഗ്യാമേറ്റിന് ഉണ്ടാക്കുക എന്നുള്ളതാണ് അല്ലേ. ഗ്യാമേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? മെയിൽ ഗ്യാമേറ്റ്, ഫീമെയിൽ ഗ്യാമേറ്റ്, അതൊക്കെയാണ് അല്ലേ. ഗ്യാമേറ്റ് എപ്പോഴും എന്തായിരിക്കും? ഹാപ്ലോയിഡ് ആയിരിക്കും. അപ്പോൾ മറക്കരുത്, ഗാമിറ്റോഫൈറ്റിക് പ്ലാന്റ് ബോഡി ഹാപ്ലോയിഡ് ആണ്, അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റായ ഗ്യാമേറ്റും ഹാപ്ലോയിഡ് ആണ്, മറക്കരുത്. ദെൻ ഡിപ്ലോയിഡ് പ്ലാന്റ് ബോഡിയാണല്ലോ സ്പോറോഫൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിനെയാണ്? സ്പോർസിനെയാണ്. ആ സ്പോർസും ഹാപ്ലോയിഡ് ആണ്, മറക്കരുത്. ഇപ്പോൾ സ്പോറോഫൈറ്റ് പ്ലാന്റ് ബോഡി ഡിപ്ലോയിഡ് ആണെങ്കിലും അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റ് എന്താ? ഹാപ്ലോയിഡ് ആയിട്ടുള്ള സ്പോറാണ്. അപ്പോൾ ഒരു കാര്യം കൊണ്ട് വ്യക്തമാണ്, ഗാമിറ്റോഫൈറ്റ് പ്ലാന്റ് ബോഡി ഹാപ്ലോയിഡ് ആണ്, സ്പോറോഫൈറ്റ് പ്ലാന്റ് ബോഡി ഡിപ്ലോയിഡ് ആണ്. പക്ഷേ അവർ രണ്ടുപേരും പ്രൊഡ്യൂസ് ചെയ്യുന്നവരുടെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഹാപ്ലോയിഡ് തന്നെയാണ് അല്ലേ. ഗാമിറ്റോഫൈറ്റ് പ്ലാന്റ് ബോഡി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗ്യാമേറ്റ് ഹാപ്ലോയിഡ് ആണ്, സ്പോറോഫൈറ്റ് പ്ലാന്റ് ബോഡി പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്പോറും ഹാപ്ലോയിഡ് ആണ്.
ഓക്കെ. ഇനി വേറൊരു വ്യത്യാസം എന്താ? ഗ്യാമിറ്റോഫൈറ്റിക് പ്ലാന്റ് ബോഡി ഹാപ്ലോയിഡ് ആയതുകൊണ്ട് ഗ്യാമേറ്റിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ ഏത് ഡിവിഷൻ നടന്നാൽ മതി? മൈറ്റോസിസ് നടന്നാൽ മതി അല്ലേ? മൈറ്റോസിസ് എന്ന് പറയുന്നത് ഒരു സെൽ ഡിവിഷനാണ്, ഒരു കോശ വിഭജന പ്രക്രിയയാണ്. അപ്പോൾ ഗ്യാമിറ്റോഫൈറ്റിക് പ്ലാന്റ് ബോഡി ഹാപ്ലോയിഡ് ആയതുകൊണ്ട് മൈറ്റോസിസ് നടത്തി ഹാപ്ലോയിഡ് ആയിട്ടുള്ള ഗ്യാമറ്റിനെ ഉണ്ടാക്കിയാൽ മതിയാകും. ഓക്കെ. കാരണം നിങ്ങൾക്കറിയാം മൈറ്റോസിസ് മെയിൻറ്റെയിൻ സെയിം ക്രോമസോം നമ്പർ അല്ലേ? നമുക്കറിയാം ഗ്യാമിറ്റോഫൈറ്റിക് പ്ലാന്റ് ബോഡി എൻ അല്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ ആയിട്ടുള്ള ഗ്യാമറ്റിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ എന്ത് തന്നെ ധാരാളമാണ്? മൈറ്റോസിസ് തന്നെ ധാരാളമാണ്. അപ്പോൾ ഈ പോയിന്റ് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുക. Haploid plant body, namely gametophyte, produce haploid gamete by mitosis. ഓക്കെ, ശരി. ഇനി അങ്ങനെയാണെങ്കിൽ ഡിപ്ലോയിഡ് പ്ലാന്റ് ബോഡിയായ സ്പോറോഫൈറ്റ് ഹാപ്ലോയിഡ് ആയിട്ടുള്ള സ്പോറിനെ പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ ഏത് ഡിവിഷൻ നടത്തേണ്ടത്? മൈറ്റോസിസ് അല്ല, മിയോസിസ് ആണ് അല്ലേ? കാരണം സ്പോറോഫൈറ്റ് പ്ലാന്റ് ബോഡി 2N ആണ്, അതായത് ഡിപ്ലോയിഡ് ആണ്. ആ ഡിപ്ലോയിഡ് പ്ലാന്റ് ബോഡിയിൽ നിന്ന് N ഹാപ്ലോയിഡ് ആയിട്ടുള്ള സ്പോർസിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ എന്ത് മതി? മിയോസിസ് നടത്തിയാൽ മതി. മൈറ്റോസിസ് നടത്തിയാൽ സ്പോറും ഡിപ്ലോയിഡ് ആയി പോകും, അത് വേണ്ട. ഓക്കെ. അപ്പോൾ നിങ്ങൾക്കറിയാം മിയോസിസ് ഇസ് എ ടൈപ്പ് ഓഫ് സെൽ ഡിവിഷൻ in which the chromosome number reduced into half. Hence, meiosis is commonly known as reductional division or reduction division. ശരിയല്ലേ? അപ്പം ഞാൻ പറഞ്ഞു വന്ന പോയിന്റ് ഇതാണ്. ഗ്യാമിറ്റോഫൈറ്റിക് പ്ലാന്റ് ബോഡി പ്രൊഡ്യൂസേഴ്സ് ഗ്യാമീറ്റ് ബൈ മൈറ്റോസിസ്, വെറാസ് സ്പോറോഫൈറ്റിക് പ്ലാന്റ് ബോഡി പ്രൊഡ്യൂസേഴ്സ് സ്പോർസ് ബൈ മിയോസിസ്. മറക്കരുത്, ഈ പോയിന്റ് കുറിച്ച് വെച്ചോണം. ഇവിടെ ചോദിച്ചിരുന്ന ക്വസ്റ്റ്യൻ ഇതാണ്: ഹോണി സ്പോറോഫൈറ്റ് താഴെ പറഞ്ഞാൽ ഏത് ബ്രയോഫൈറ്റിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചറാണ്? ഓക്കെ, നോക്കി നമ്മൾ മാർക്കാൻഷ്യ നമുക്ക് നോക്കാം. മാർക്കാൻഷ്യ വരുന്ന ഗ്രൂപ്പ് ലിവർ വേർഡ്സ് എന്നാണ്. മാർക്കാൻഷ്യയുടെ ഗ്യാമിറ്റോഫൈറ്റിക് പ്ലാന്റ് ബോഡി നോക്കിക്കഴിഞ്ഞാൽ ആ ഗ്യാമിറ്റോഫൈറ്റിക് പ്ലാന്റ് ബോഡിയുടെ സ്ട്രക്ചർ നമ്മുടെ ലിവറിൽ കാണുന്ന ലോബ്സ് പോലെയാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് ലിവർ വേർഡ്സ് എന്നറിയപ്പെടുന്ന ആരാണ്? ലിവർ വേർഡ്സ് എന്ന കാറ്റഗറിയിലാണ് ആര് വരുന്നത്? മാർക്കാൻഷ്യ. ഓക്കെ, ഇനി ആ സി ഓപ്ഷൻ നോക്കിയാൽ ലുനിലേറിയയും വരുന്നത് ഏതിലാണ്? ലിവർ വേർഡ്സ് ആയിട്ടുള്ള ലിവർ വേർഡ്സ് എന്ന കാറ്റഗറിയിലാണ്. കാരണം ലോബ് ലൈക്ക് സ്ട്രക്ചറാണ് അതിൻ്റെ ഗ്യാമിറ്റോഫൈറ്റിക് പ്ലാന്റ് ബോഡി. ഓക്കെ, ഇനി അടുത്ത് നോക്കി ഫിനേറിയ നോക്കിയേ. ഫിനേറിയയിൽ നോക്കിക്കഴിഞ്ഞാൽ എന്താ? പ്ലാന്റ് ബോഡി എന്ന് പറയുന്നത് എന്താണ്? ഇറക്റ്റായിട്ടുള്ളൊരു പ്ലാന്റ് ബോഡിയാണ്. അത് വരുന്ന കാറ്റഗറി ഏതാ? മോസസ് എന്ന് പറയുന്ന കാറ്റഗറിയിലാണ് വരുന്നത്. പക്ഷേ അവിടെ കൊടുത്തിട്ടുള്ള ആന്തോസിറസ് വരുന്ന കാറ്റഗറിയാണ് ഹോൺ വേർഡ്സ്. കാരണം അവിടെ സ്പോറോഫൈറ്റ് ഹോൺ ലൈക്ക് സ്ട്രക്ചറായിട്ടാണ് മാറിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ മാർക്കാൻഷ്യ നോക്കിയാലും ലുല്ലേറി നോക്കിയാലും അവിടെ സ്പോറോഫൈറ്റ് ഹോണി സ്ട്രക്ചറായിട്ട് മാറുന്നില്ല, കൊമ്പ് പോലുള്ള സ്ട്രക്ചറായിട്ട് മാറുന്നില്ല. ഫിനേറിയയിൽ നോക്കി കഴിഞ്ഞാലും സ്പോറോഫൈറ്റ് എന്തല്ല? കൊമ്പ് പോലുള്ള സ്ട്രക്ചറല്ല. ഓക്കെ, പക്ഷേ ആന്തോസിറസ് നോക്കിയാൽ എന്താണ്? നമ്മുടെ സ്പോറോഫൈറ്റ് പ്ലാന്റ് ബോഡി, ആ ഡിപ്ലോയിഡ് പ്ലാന്റ് ബോഡി എന്ന് പറയുന്നത്, ആ സ്ട്രക്ചർ എന്ന് പറയുന്നത് എന്താണ്? മൃഗങ്ങളുടെ കൊമ്പ് പോലെ ഇങ്ങനെ കാണപ്പെടുന്നു. അതുകൊണ്ടാണ് ആന്തോസിറസ് ഉൾപ്പെടുന്ന ബ്രയോഫൈറ്റുകളെ ഏത് ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന കാറ്റഗറിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്? ഹോൺ വേർഡ്സ് എന്ന കാറ്റഗറിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്ന ബ്രയോഫൈറ്റുകളുടെ ആ ക്ലാസ്സിലൊന്ന് പറയാം. മാർക്കാൻഷ്യ ആണെങ്കിൽ ഏതാ? ലിവർ വേർഡ്സ് ആണ്. ലുനിലേറിയ ആണെങ്കിൽ ഏതാ? ലിവർ വേർഡ്സ് ആണ്. ഫിനേറിയ ആണെങ്കിൽ ഏതാ? മോസസ് ആണ്. ഓക്കെ, പിന്നെ ആന്തോസിറസ് ആണെങ്കിൽ ഹോൺ വേർഡ്സ് ആണ്, മറക്കരുത്. ആ മാർക്കാൻഷ്യൽ നോക്കിയേ. മാർക്കാൻഷ്യയിലാണ് നിങ്ങൾക്ക് ആന്ത്രിഡിയോഫോറും ആർക്കിഗോണിയോഫോറും കാണാൻ പറ്റുന്നത്. മാർക്കാൻഷ്യയുടെ ഗ്യാമിറ്റോഫൈറ്റ് പ്ലാന്റ് ബോഡി പരിശോധിച്ച് കഴിഞ്ഞാൽ മാർക്കാൻഷ്യയിൽ മെയിൽ മാർക്കാൻഷ്യയും ഫീമെയിൽ മാർക്കാൻഷ്യയും കാണാൻ പറ്റും. അതായത് മാർക്കാൻഷ്യയിൽ മെയിൽ സെക്സ് ഓർഗൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഒരു പ്ലാന്റ് ബോഡിയിലും ഫീമെയിൽ സെക്സ് ഓർഗൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത് അടുത്ത ഗ്യാമിറ്റോഫൈറ്റ് പ്ലാന്റ് ബോഡിയിലായിരിക്കും. അതുകൊണ്ട് തന്നെ മാർക്കാൻഷ്യയിൽ സെക്സസ് ആർ സെപ്പറേറ്റഡ് ആണ്. അതുകൊണ്ട് മാർക്കാൻഷ്യ എന്താ? ഡൈഷ്യസ് ആണ്. നമുക്കറിയാം ദി മെയിൽ സെക്സ് ഓർഗൻ ഓഫ് ബ്രയോഫൈറ്റ് ഇസ് കോൾഡ് ആന്ത്രിഡിയം ആൻഡ് ദ ഫീമെയിൽ സെക്സ് ഓർഗൻ ഇസ് കോൾഡ് ആർക്കിഗോണിയം. ഓക്കെ, മെയിൽ സെക്സ് ഓർഗൻ ഓഫ് ബ്രയോഫൈറ്റ് ഈസ് എ ക്ലബ് ഷേപ്ഡ് സ്ട്രക്ചർ, ഗത പോലുള്ള സ്ട്രക്ചറാണ്. അതിന് വിളിക്കുന്ന പേരെന്താ? ആന്ത്രിഡിയം എന്നാണ്. ദി ഫീമെയിൽ സെക്സ് ഓർഗൻ ഓഫ് മാർക്കാൻഷ്യ ഈസ് കോൾഡ്, ഇത് വിളിക്കുക നമുക്ക് ആർക്കിഗോണിയം അല്ലെ. അത് ഫ്ലാസ്ക് ഷേപ്ഡ് ആണ്. ഓക്കെ, രണ്ടും പ്രൊഡ്യൂസ് ചെയ്യുന്നത് രണ്ട് പ്രത്യേക താലസുകളിലാണ്. അതുകൊണ്ട് മാർക്കാൻഷ്യ എന്താണ്? ഡൈഷ്യസ് ആണ്. സെക്സ് ആർ സെപ്പറേറ്റഡ് ആണ്.
മറക്കരുത്. മാത്രമല്ല ഈ സെക്സ് ഓർഗൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഒരു നീണ്ട എലോങ്ങേറ്റഡ് ആയിട്ടുള്ള സ്ട്രക്ചറിലാണ്. അപ്പോൾ ആന്ത്രിഡിയം പ്രൊഡ്യൂസ് ചെയ്യുന്ന എലോങ്ങേറ്റഡ് സ്ട്രക്ചറാണ് വിളിക്കുന്നത് ആന്ത്രിഡിയോഫോർ എന്നും. ആർക്കിഗോണിയം പ്രൊഡ്യൂസ് ചെയ്യുന്നതും ഒരു എലോങ്ങേറ്റഡ് ആയിട്ടുള്ള സ്ട്രക്ചറിലാണ് വിളിക്കപ്പെടുന്നത് ആർക്കിഗോണിയോഫോർ എന്നുമാണ്. പക്ഷേ ഈ മാർക്കാൻഷ്യയുടെ പ്രധാനപ്പെട്ട പ്ലാൻ ബോഡിയായ ഗ്യാമിറ്റോഫൈറ്റ് പ്ലാൻ ബോഡി എന്താണ്? ഡോർസോ വെൻട്രലി ഫ്ലാറ്റൻഡ് ആണ്. പാട പോലെ ഇരിക്കുന്നതാണ്. പാട പോലെ നമ്മുടെ സബ്സ്ട്രേറ്റുമായിട്ട് മണ്ണുമായിട്ട് ചേർന്ന് അല്ലെങ്കിൽ എവിടെയാണോ വളരുന്നത് ചെളിയുമായിട്ടൊക്കെ ചേർന്ന് വളരുന്നതാണ്. ഓക്കെ, പേപ്പർ പോലെ പാട പോലെ വളരുന്നതാണ്. പക്ഷേ സെക്സ് ഓർഗൻ മാത്രം ഇങ്ങനെ ഇറക്റ്റ് ചെയ്ത് നിൽക്കും, ഒരു കമ്പിൽ കുരുത്ത് വെച്ചതുപോലെ. അതിന് വിളിക്കുന്ന പേരാണ് ആന്ത്രിഡിയം ആണെങ്കിൽ ആന്ത്രിഡിയോഫോർ, ആർക്കിഗോണിരിക്കുന്ന ആർക്കിഗോണിഫോർ. മറക്കരുത്, ഈ ആന്ത്രിഡിയോഫോറും ആർക്കിഗോണിഫോറും ആര് കാണിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം എന്താണ്? മാർക്കാൻഷ്യയാണ്. മറക്കരുത്. ഓക്കെ, മാർക്കാൻഷ്യയും ലുൺലേറിയും വരുന്നത് നേരത്തെ ഞാൻ പറഞ്ഞു. എവിടെയാണ്? ലിവർ വേർഡ്സിലാണ് അല്ലേ. ലിവർ വേർഡ്സിൻ്റെ വേറൊരു പേരാണ് ഹെപ്പാറ്റിക് ഓപ്സില, ഹെപ്പാറ്റോ സംതിങ് റിലേറ്റഡ് ടു ലിവർ, കേട്ടോ, ഒന്ന് തന്നെയാണ്. ഈ മാർക്കാൻഷ്യയും ലുൺലേറിയും കാണിക്കുന്ന ഒരു എസെക്ഷൽ റീപ്രൊഡ്യൂസിങ് സ്ട്രക്ചറാണ് ജെമ്മേ ഓർ ബ്രൂഡ് ബോഡീസ്. What are gemme? Gemme are multicellular green asexual buds which on germination give rise to new thallus or new plant body. ഓക്കെ, മാർക്കാൻഷ്യയിൽ നമ്മുടെ ജെമ്മി എന്ന് പറയുന്നത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ലുൺലെയറിലായാലും ജെമ്മി പ്രൊഡ്യൂസ് കപ്പ് സ്ട്രക്ചറിലാണ്. അതിനെ വിളിക്കുന്ന പേരാണ് ജെമ്മേ കപ്പ് എന്ന് വിളിക്കും. ഓക്കെ, അത് മാർക്കാൻഷ്യയിൽ ഒരു കംപ്ലീറ്റ് കപ്പ് പോലെയാണ് കാണപ്പെടുന്നത്. എന്നാൽ ലുൺലേറിയയിൽ അത് ലൂണാർ ഷേപ്പ്ഡാണ്, അർദ്ധചന്ദ്രാകൃതിയിലാണ് കാണപ്പെടുന്നത്. ഓക്കെ, മറക്കരുത്. അടുത്ത് നോക്കി ഫ്യുനേറിയയിൽ നോക്കിക്കഴിഞ്ഞാൽ ഫ്യുനേറിയയിലെ ഒരു പ്രത്യേകത മോസസ് എന്ന് പറയുന്നത് ബ്രയോഫൈറ്റിലെ അഡ്വാൻസ്ഡ് ബ്രയോഫൈറ്റ്സ് ആണ് മോസസ്. അതിൽ വരുന്നതാണല്ലോ ഫ്യുനേറിയ. നമ്മുടെ ഈ ചുമരിലൊക്കെ മഴ പെയ്ത് കഴിയുമ്പോൾ കാണപ്പെടുന്ന വെൽവെറ്റ് പോലെ ഇരിക്കുന്നത്, കിണറ്റിൻ്റെ കരയിൽ കാണപ്പെടുന്ന വെൽവെറ്റ് പോലെ ഇരിക്കുന്ന ബ്രയോഫൈറ്റാണ് ഫ്യുനേറിയ. ഫ്യുനേറിയയിൽ സ്പോറോഫൈറ്റ് വെൽ ഡെവലപ്ഡ് ആണ്. ഗ്യാമിറ്റോഫൈറ്റും മറ്റുള്ളവയെ അപേക്ഷിച്ച് വെൽ ഡെവലപ്ഡ് ആണ്. അത് ഇറക്റ്റ് ആണ്. പ്രധാനമായിട്ടും എന്തായിരിക്കും? ഇറക്റ്റ് ആയിരിക്കും ഓർ അപ്രൈറ്റ് ആയിരിക്കും. ഫ്യുനേറിയയിലെ അല്ലെങ്കിൽ മോസസിലെ ഗ്യാമിറ്റോഫൈറ്റിൽ പ്രധാനമായിട്ട് രണ്ട് തരത്തിലാണ്. ലീഫ് പോലുള്ള സ്ട്രക്ചർ കാണാൻ പറ്റും, പക്ഷേ അത് ആക്ച്വൽ ലീഫല്ല, ലീഫ് പോലുള്ള സ്ട്രക്ചർ കാണാൻ പറ്റുന്ന ആ ഗ്യാമിറ്റോഫൈറ്റിനെ ലീഫി ഗ്യാമിറ്റോഫൈറ്റ് എന്നും. അതാണ് ഇറക്റ്റ്. പിന്നെ ആൽഗയെ പോലെ ക്രീപ്പിംഗ് ആയിട്ട് ഫിലമെൻ്റസ് ആയിട്ട് കാണപ്പെടുന്ന ഒരു ഗ്യാമിറ്റോഫൈറ്റുമുണ്ട്. അതിന് വിളിക്കുന്ന പേരാണ് അതിന് വിളിക്കുന്ന പേരാണ് പ്രോട്ടോണിമ എന്ന് വിളിക്കും. ഓക്കെ, ഈ പ്രോട്ടോണിമയിൽ നിന്ന് ബഡ്സ് ആയിട്ടാണ് ആര് വരുന്ന ലീഫി ഗ്യാമിറ്റോഫൈറ്റ് വരുന്നത്. മറക്കരുത്, നമ്മുടെ ഈ ബ്രയോഫൈറ്റുകളെല്ലാം അറ്റാച്ച് ചെയ്യുന്നത് ഏത് വഴിയാണ്? റൂട്ട് ലൈക്ക് സ്ട്രക്ചർ ഉപയോഗിച്ചുകൊണ്ടാണ്. അതിന് വിളിക്കുന്ന പേര് റൈസോയിഡ്സ് എന്നാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ മാർക്കാൻഷ്യയിലായാലും ലുള്ളിയറിലായാലും ഒക്കെ നമുക്ക് കാണാൻ പറ്റുന്ന റൈസോയിഡ്സ് എന്ന് പറയുന്നത് അത് യൂണിസെല്ലാറോ മൾട്ടി സെല്ലാറോ ആവാം. പക്ഷേ ഫ്യുനേറിയയിൽ മോസസ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ കാണുന്ന റൈസോയിഡ്സ് എല്ലായ്പ്പോഴും എന്തായിരിക്കും? മൾട്ടി സെല്ലാർ റൈസോയിഡ്സ് ആയിരിക്കും. ഓക്കെ, പിന്നെ നമുക്ക് ആന്ത്രിഡിയൽ ബ്രാഞ്ചും ആർക്കിഗോണിയൽ ബ്രാഞ്ചും മോസസ് പോലുള്ള ഫ്യുനേറിയയിൽ കാണാൻ പറ്റും. ഓക്കെ, നോക്കിയാൽ ഈ സ്ലൈഡ് വല സൈഡിൽ കാണിച്ചിരിക്കുന്നത് ആന്തോസിറസിൻ്റെ പടമാണ്. ആന്തോസിറസിൻ്റെ പടത്തിൽ നമുക്ക് എന്ത് കാണാൻ പറ്റും? നോക്കിയാൽ ഈ കൊമ്പ് പോലെ കാണുന്ന സ്ട്രക്ചർ കണ്ടോ? അതാണ് സ്പോറോഫൈറ്റ്. കണ്ടോ, അത് ഹോണിയാണ്, കൊമ്പ് പോലുള്ളതാണ്. കണ്ടോ, അപ്പോൾ ഹോണി സ്പോറോഫൈറ്റ് എവിടെയാണ് കാണപ്പെടുന്നത്? ആന്തോസിറസിലാണ്. ഓക്കെ, ഇത് സാധാരണയായിട്ട് കാണപ്പെടുന്നത് ഫീൽഡുകളിലും അതുപോലെ റോഡ് സൈഡിലും കാണപ്പെടാൻ സാധിക്കും. അതുപോലെ തന്നെ ഇതിൻ്റെ നീളം എന്ന് പറയുന്നത് 1-2 സെൻറ്റിമീറ്റർ വരെയാണ്. ഓക്കെ, ഹോൺ ലൈക്ക് പ്രൊജക്ഷൻസ് കണ്ടോ? ഗ്യാമിറ്റോഫൈറ്റിൽ നിന്നാണ് ഈ ഹോൺ ലൈക്ക് പ്രൊജക്ഷൻസ് വരുന്നത്. അതിനെ വിളിക്കുന്നത് ഹോൺ ലൈക്ക് സ്പോറോഫൈറ്റ് എന്നാണ്. ഓക്കെ, നിങ്ങൾക്കറിയാമല്ലോ ബ്രയോഫൈറ്റിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത സ്പോറോഫൈറ്റ് ഈസ് നോട്ട് ആൻ ഇൻഡിപെൻഡൻറ്റ് പ്ലാൻ ബോഡി. ഇറ്റ് ഈസ് അറ്റാച്ച്ഡ് ടു ദ ഗ്യാമിറ്റോഫൈറ്റ് പ്ലാൻ ബോഡി ആൻഡ് ഡിറൈവിങ് നൗറിഷൻ ഫ്രം ദ ഗ്യാമിറ്റോഫൈറ്റ് പ്ലാൻ ബോഡി ആൾസോ. ഓക്കെ, നമ്മുടെ ബ്രയോഫൈറ്റ് ഏറ്റവും വലിയ പ്രത്യേകത സ്പോറോഫൈറ്റ് ഇൻഡിപെൻഡൻറ്റ് പ്ലാൻ ബോഡിയല്ല, അത് ഗ്യാമിറ്റോഫൈറ്റുമായിട്ട് അറ്റാച്ച് ചെയ്താണ് കാണപ്പെടുന്നത്. ഓക്കെ, നമുക്ക് ഈ ഡയഗ്രത്തിൽ വളരെ വ്യക്തമായിട്ട് ഈ ചിത്രത്തിൽ നമുക്ക് ആ ഹോണി സ്പോറോഫൈറ്റിനെ നന്നായിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഹോണി സ്പോറോഫൈറ്റിനെ പ്രധാനമായിട്ടും കാണിക്കുന്നത് ഏത് ഗ്രൂപ്പ് ഓഫ് ബ്രയോഫൈറ്റാണ്? ഹോൺവേർഡ്സ് ആണ്. അതിന് ടിപ്പിക്കൽ എക്സാമ്പിൾ ഏതാണ്? ആന്തോസിറസ് ആണ്. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഇതിൻ്റെ ഉത്തരം കണ്ടെത്താൻ എന്തെങ്കിലും പ്രയാസമുണ്ടോ? അപ്പോൾ ഹോണി സ്പോറോഫൈറ്റ് ഈസ് ദ ക്യാരക്ടർ ഫീച്ചർ ഓഫ്? യെസ്, അബ്സല്യൂട്ട്ലി, ഇറ്റ് ഈസ് എ ക്യാരക്ടർ ഫീച്ചർ ഓഫ് ആന്തോസിറസ്. അപ്പോൾ ഈ ചോദ്യത്തിൻ്റെ ശരിയായ ഉത്തരം എന്താ? ഓപ്ഷൻ ബി, ആന്തോസിറസ്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. സിർസിനേറ്റ് വേരിയേഷൻ ഈസ് എ ഫീച്ചർ സീൻ അസോസിയേറ്റഡ് വിത്ത് ദ
എ ലീവ്സ് ഓഫ് ഫിലിക്കേൽസ്, ബി ലീവ്സ് ഓഫ് ലൈക്കോപോഡിയൽസ്, സി റൂട്ട്സ് ഓഫ് സെലാജിനലേൽസ്, ആൻഡ് ദ ലാസ്റ്റ് ഓപ്ഷൻ ഈസ് റൂട്ട്സ് ഓഫ് സൈക്കഡോഫിലിക്കേൽസ്. എന്താണ് ഈ ഫിലിക്കേൽസ്? നമുക്കൊരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെർഡോഫൈറ്റുകളുണ്ടല്ലോ, ഫോൺസ്. ആ ഫോൺസിനെ വിളിക്കുന്ന പേരാണ് ഫിലിക്കേൽസ്. അപ്പോൾ അഡ്വാൻസ്ഡ് ടെർഡോഫൈറ്റാണ് ഫിലിക്കേൽസ് ഗ്രൂപ്പിൽ വരുന്നത്. നമ്മൾ പറഞ്ഞില്ല അഡ്വാൻസ്ഡ് ബ്രയോഫൈറ്റ് മോസസിലാണ് വരുന്നതെന്ന് പറയുന്ന പോലെ അഡ്വാൻസ്ഡ് ടെർഡോഫൈറ്റ് വരുന്ന ഗ്രൂപ്പാണ് ഫിലിക്കേൽസ്. ഓക്കെ, അതുപോലെ തന്നെ വളരെ പ്രിമിറ്റീവ് ആയിട്ടുള്ള ഗ്രൂപ്പ് ഓഫ് ടെർഡോഫൈറ്റ് വരുന്നതാണ് ലൈക്കോപോഡിയൽസ്. നമ്മുടെ ലൈക്കോപോഡിയം ഒക്കെ വരുന്നത് അതിൻ്റെ അകത്താണ്. ഓക്കെ, അതുപോലെ തന്നെ സെലാജിനല്ല പോലുള്ള ടെർഡോഫൈറ്റുകൾ വരുന്ന ഗ്രൂപ്പാണ് സെലാജിനിലേൽസ്. ഓക്കെ, സൈക്കാഡോഫിലിക്കേൽസ് എന്ന് പറയുന്നത്, സൈക്കാഡോഫിലിക്കേൽസ് എന്ന് കേൾക്കുമ്പോൾ നമുക്ക് തോന്നാം അത് സൈക്കസ് ലൈക്ക് പ്ലാന്റ് ആണെന്ന്, ജിംനോസ്പേം പോലുള്ള പ്ലാന്റ് ആണെന്ന്. അത് ജിംനോസ്പേം തന്നെയാണ്, പക്ഷേ അത് ജിംനോസ്പേം ആണെങ്കിലും ടെർഡോഫൈറ്റിൻ്റെ കുറച്ച് ക്യാരക്ടറും കൂടെ കാണിക്കുന്നുണ്ട്. അവർ സീഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്ലാന്റ്സുകൾ തന്നെയാണ്, പക്ഷെ നമ്മുടെ ടെർഡോഫൈറ്റ് സീഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല എന്ന് നിങ്ങൾക്ക് അറിയാം. അപ്പോൾ പ്രിമിറ്റീവായിട്ടുള്ള സീഡ് പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിവുള്ള ജിംനോസ്പേമിനെ വിളിക്കുന്ന പേരാണ് സൈക്കാഡോഫിലിക്കേൽസ്. അവരുടെ വേറൊരു പേരാണ് ട്രീ ഫേൺസ്. ഇനി നമുക്ക് സിസിനേറ്റീവ് വെനേഷൻ എന്താണെന്ന് നോക്കാം. സിസിനേറ്റീവ് വെനേഷൻ ഈസ് കോമൺലി എക്സിബിറ്റഡ് ബൈ ടെർഡോഫൈറ്റ്സ് സച്ച് ആസ് ഫേൺസ്. ഓക്കെ, it is the fashion of arrangement of newly developing young leaves in a cloud-like pattern is known as succinate venation. ഓക്കെ, അപ്പോൾ ഡെവലപ്പ് ചെയ്ത് വരുന്ന ലീഫ് സ്പ്രിങ് പോലെ കോയിൽ പോലെ അറേഞ്ച് ചെയ്യുന്ന ആ ഫിനോമിനെ വിളിക്കുന്ന പേരാണ്, അല്ലെങ്കിൽ പാറ്റേണിനെ വിളിക്കുന്ന പേരാണ് സിർസിനേറ്റ് വേനേഷൻ. ഓക്കെ, ഇത് കാണിക്കുന്നത് റൂട്ടോ സ്റ്റെമ്മോ ഒന്നുമല്ല, ടെർഡോഫൈറ്റിൻ്റെ ലീഫുകളാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ പ്രിമിറ്റീവ് ആയിട്ടുള്ള ജിംനോസ്പേം ഇത് കാണിക്കാറുണ്ട്, പക്ഷെ അത് കാണിക്കുന്ന ലീഫാണ്, റൂട്ടല്ല. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ ഒന്ന് നോക്കിയേ. അപ്പോൾ ഇതിൽ കറക്റ്റ് ആൻസർ എന്താ? സിർസിനേറ്റ് വെനേഷൻ കാണിക്കുന്ന ആരാണ്? ലീവ്സ് ഓഫ് ഫിലിക്കേൽസ് ആണ്. ഫിലിക്കേൽസ് എന്ന് പറഞ്ഞാൽ ആരാ? അഡ്വാൻസ്ഡ് ടെർഡോഫൈറ്റായ ഫേൺസ് ആണ് ഫിലിക്കേൽസ് വരുന്നത്. ഓക്കെ, ഒരിക്കലും ലൈക്കോപോഡിയൽസ് കാണിക്കുന്നില്ല, കാരണം ലൈക്കോപോഡിയൽസിൽ ലീഫ് എന്ന് പറഞ്ഞ സ്ട്രക്ചർ ഇല്ല. ഓക്കെ, സെലാജിനല്ലയിൽ റൂട്ട്സ് കാണിക്കുന്നുണ്ടോ? ഒരിക്കലും ഇല്ല. അത് കാണിക്കുന്നത് ആരാണ്? ലീഫാണ്, ഒരിക്കലും റൂട്ട്സ് അല്ല. ഓക്കെ, ഇനി റൂട്ട്സ് സൈക്കോഡോഫിലിക്കേൽസ് തെറ്റാണ്, ലീഫായിരുന്നെങ്കിൽ കറക്റ്റ് ആയേനെ. അപ്പോൾ ഇവിടുത്തെ കറക്റ്റ് ആൻസർ ഏതാ? ഓപ്ഷൻ എ ആണ്, മറക്കരുത്. ഓക്കെ, സ്പോറോകാർപ്പ് ഈസ് എ സ്പെഷ്യലൈസ്ഡ് റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ പ്രസൻറ്റ് ഇൻ ഓപ്ഷൻ എ ഓസ്മുണ്ട, ബി മാർസീലിയ, ഓപ്ഷൻ സി ടെറിസ്, ആൻഡ് ഓപ്ഷൻ ഡി ഇക്വിസിറ്റം. ഓക്കെ, നിങ്ങൾ ഈ ചിത്രത്തിൽ കാണുന്നത് ടെർഡോഫൈറ്റ് ആണ്. ഇതൊരു അക്വാട്ടിക് ടെർഡോഫൈറ്റ് ആണ്. ഇതിനെ മാർസീലിയ എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, ഈ മാർസീലിയ എന്ന് പറയുന്ന ഈ അക്വാട്ടിക് ടെർഡോഫൈറ്റ് കാണിക്കുന്ന ഫ്രൂട്ടിംഗ് ബോഡിയുടെ പേരാണ് സ്പോറോകാർപ്പ്. കണ്ടോ, ബ്രൗൺ നിറത്തിൽ കാണുന്ന ആ സ്ട്രക്ചർ കണ്ടോ, വലതുവശത്തുള്ള ചിത്രത്തിൽ ആ ബ്രൗൺ നിറത്തിലുള്ള ആ ഫ്രൂട്ടിംഗ് ബോഡിയെ വിളിക്കുന്ന പേരാണ് സ്പോറോകാർപ്പ്. സ്പോറോകാർപ്പ് എന്ന് പറയുന്നത് എന്താണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഞാൻ പറഞ്ഞു മാർസീലിയ എന്ന് പറയുന്നത് ഒരു അക്വാട്ടിക് ടെർഡോഫൈറ്റ് ആണ്, അല്ലെങ്കിൽ അക്വാട്ടിക് ഫേൺ ആണ്. അതൊരു ഹെട്രോസ്പോറസ് ടെർഡോഫൈറ്റും ആണ്. നോക്കി, ടെർഡോഫൈറ്റിനെ നമുക്ക് പ്രധാനമായിട്ടും രണ്ടായി തരംതിരിക്കാം, ഹോമോസ്പോറസ് ടെർഡോഫൈറ്റ് എന്നും ഹെട്രോസ്പോറസ് ടെർഡോഫൈറ്റ് എന്നും. മറക്കരുത്, ആൽഗെ ആയാലും കൊള്ളാം, ബ്രയോഫൈറ്റ് ആയാലും കൊള്ളാം, അവരുടെ പ്രധാനപ്പെട്ട പ്ലാന്റ് ബോഡി എന്ന് പറയുന്നത് ഗ്യാമിറ്റോഫൈറ്റ് ആണ്, ഗ്യാമിറ്റ് പ്രൊഡ്യൂസിങ് ഹാപ്ലോയിഡ് പ്ലാന്റ് ബോഡിയാണ്. എന്നാൽ ടെർഡോഫൈറ്റ് മുതൽ അങ്ങോട്ട് ജിംനോസ്പേം ആയാലും ആൻജിയോസ്പേം ആയാലും ടെർഡോഫൈറ്റ് മുതൽ അങ്ങോട്ടുള്ള പ്ലാന്റ്സിനെല്ലാം പ്രധാനപ്പെട്ട പ്ലാന്റ് ബോഡി എന്താ? ഡിപ്ലോയിഡ് പ്ലാന്റ് ബോഡിയായ സ്പോറോഫൈറ്റ് ആണ്. ഓക്കെ, ഈ സ്പോറോഫൈറ്റിൻ്റെ ഫംഗ്ഷൻ എന്താ? സ്പോർ പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ് സ്പോറോഫൈറ്റിൻ്റെ ഫംഗ്ഷൻ. ഓക്കെ, ഒരു സ്പോറോഫൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്പോറെല്ലാം ഒരേ തരത്തിലുള്ളതാണെങ്കിൽ അത്തരത്തിലുള്ള സ്പോറോഫൈറ്റിനെ ഹോമോസ്പോറസ് എന്ന് വിളിക്കും. ഓക്കെ, ഒരു സ്പോറോഫൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്പോർ രണ്ട് തരത്തിൽ, വലിയ സ്പോറായ മാക്രോസ്പോറും ചെറിയ സ്പോറായ മൈക്രോസ്പോറും ഉണ്ടെങ്കിൽ അത്തരത്തിലുള്ള സ്പോറോഫൈറ്റിനെ നമുക്ക് എന്ത് വിളിക്കാം? ഹെറ്ററോസ്പോറസ് എന്ന് വിളിക്കാം. ഓക്കെ, അപ്പം നമ്മുടെ മാർസീലിയ എന്ന് പറയുന്ന പ്ലാന്റ് എന്താ? ഹെട്രോസ്പോറസ് ടെർഡോഫൈറ്റ് ആണ്. വൈ? ബിക്കോസ് ദിസ് മാർസീലിയ ഈസ് ഹാവിംഗ് ദ കപ്പാസിറ്റി ടു പ്രൊഡ്യൂസ് ടു ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സ്പോർസ്, നെയ്മലി സ്മാളർ സ്പോർസ് കോൾഡ് മൈക്രോസ്പോർസ് ആൻഡ് ലാർജർ സ്പോർസ് ആർ കോൾഡ് മാക്രോസ്പോർസ് ഓർ മെഗാസ്പോർസ്. ഓക്കെ, മറക്കരുത്. അപ്പോൾ നമ്മുടെ മാർസീലിയ എന്താണ്? മാർസീലിയ എന്ന് പറയുന്നത് ഹെട്രോസ്പോറസ് ടെർഡോഫൈറ്റ് ആണ്. ഓക്കെ, അപ്പം ഈ മാർസീലിയയിൽ മെഗാസ്പോർ, വലിയ സ്പോറായ മെഗാസ്പോർ അല്ലെങ്കിൽ മാക്രോസ്പോറും ചെറിയ സ്പോറായ മൈക്രോസ്പോറും പ്രൊഡ്യൂസ് ചെയ്യുന്നത് എവിടെയാണ്?
സ്പൊറാഞ്ചിയത്തിലാണ്. സാക്ക് ലൈക്ക് സ്ട്രക്ചറിനാണ് സ്പൊറാഞ്ചിയം. മെഗാസ്പോർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആ സാക്ക് ലൈക്ക് സ്ട്രക്ചറിനെ സ്പൊറാഞ്ചിയത്തിനെ മെഗാസ്പൊറാഞ്ചിയം എന്നും, മൈക്രോസ്പോർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആ സ്പൊറാഞ്ചിയത്തിനെ സാക്ക് ലൈക്ക് സ്ട്രക്ചറിനെ മൈക്രോസ്പൊറാഞ്ചിയം എന്നാണ് പറയുന്നത്. ഓക്കെ, ഇത് രണ്ടും പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഒരേ തരത്തിലുള്ള വലിയൊരു സഞ്ചിയിലാണ്. അതിന് വിളിക്കുന്ന പേരെന്താ? സോറസിലാണ്. ഓക്കെ, അപ്പോൾ ഈ സോറസ് എല്ലാം നമുക്ക് കാണാൻ പറ്റുന്ന എവിടെയാണ്? ഒരു ഫ്രൂട്ടിംഗ് ബോഡി ലൈക്ക് സ്ട്രക്ചറിലാണ്. ആ ഫ്രൂട്ടിംഗ് ബോഡി വിളിക്കുന്ന പേരാണ് സ്പോറോകാർപ്പ്. അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ മാഴ്സീലയിൽ മെഗാസ്പോറിനെയും മൈക്രോസ്പോറിനെയും കാണണമെന്ന് വിചാരിച്ച് അപ്പോൾ എന്താ ചെയ്യുന്നത്? നിങ്ങൾ ആദ്യം ഈ സ്പോറോകാർപ്പ് എന്ന ഫ്രൂട്ടിംഗ് ബോഡിയിലോട്ട് പോകണം. ഫ്രൂട്ടിംഗ് ബോഡിയെ നിങ്ങൾക്ക് പരിശോധിച്ചാൽ അതിൻ്റെ അകത്ത് എന്ത് കാണാൻ പറ്റും? സോറസുകൾ, പൂർവ്വം എന്താ സോറൈ കാണാൻ പറ്റും. ആ സോറയ്ക്കകത്താണ് മൈക്രോസ്പോറും മെഗാസ്പോറും കാണപ്പെടുന്നത്. അപ്പോൾ എന്താണ് സ്പോറോകാർപ്പ്? സ്പോറോകാർപ്പ് ഈസ് എ ഫ്രൂട്ടിംഗ് ബോഡി ലൈക്ക് സ്ട്രക്ചർ ഇൻ വിച്ച് ബോത്ത് മൈക്രോസ്പോർസ് ആൻഡ് മെഗാസ്പോർസ് ആർ പ്രസൻറ്റ് ഇൻ സോറൈ. ഓക്കെ, അപ്പം മെഗാസ്പോറിനെയും മൈക്രോസ്പോറിനെയും ഉൾക്കൊണ്ടിട്ടുള്ള സോറകൾ കാണുന്ന ആ സോറകളെ അടക്കം ചെയ്ത് കാണപ്പെടുന്ന ഫ്രൂട്ടിംഗ് ബോഡി ലൈക്ക് സ്ട്രക്ചറിനെ വിളിക്കുന്ന പേരാണ് സ്പോറോകാർപ്പ്. മറക്കരുത്, അത് മാഴ്സീലയുടെ പ്രത്യേകതയാണ്. ഓക്കെ, അതൊരു നല്ലൊരു ഹാർഡ് സ്ട്രക്ചറാണ്. ഓക്കെ, അത് നമുക്ക് ഈ സ്പോറോകാർപ്പ് പ്രധാനമായിട്ടും നമുക്കൊരു പീറ്റിയോള് പോലുള്ള സ്ട്രക്ചറിൽ അറ്റാച്ച് ചെയ്തതായിട്ട് കാണാൻ പറ്റും. ഓക്കെ, അപ്പം എന്താണ്, ഒരു ഷോർട്ട് സ്റ്റോക്സിലൂടെയാണ് അത് അറ്റാച്ച് ചെയ്യുന്നത്. ഇതിൻ്റെ ഷേപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബീൻ ഷേപ്പ്ഡാണ്, പയറുത്ത് പോലെ കാണപ്പെടും. ഓക്കെ, മാത്രമല്ല ഇത് നല്ല കട്ടിയുള്ള നല്ല ഉറപ്പുള്ള വാളും ഉണ്ട്. ക്യാപ്സ്യൂൾ എന്നാണ് അതിനെ വിളിക്കുന്നത്, മറക്കരുത്. അപ്പോൾ സ്പോറോകാർപ്പ് ഈസ് ദി ഫ്രൂട്ടിംഗ് ബോഡി ഓഫ് ഹൂം? മാഴ്സീലിയ അക്വാട്ടിക് ഫേൺ ഓർ ടെറിഡോഫൈറ്റ്. ഇനി ടെറിഡോഫൈറ്റിനെ കുറിച്ച് ഇനി കുറച്ച് കാര്യങ്ങളൂടെ പറയാനുണ്ട്. ടെറിഡോഫൈറ്റിന് വിത്ത് ഉണ്ടാക്കാൻ കഴിയില്ലാത്ത പ്ലാന്റുകളാണ്, അല്ലേ? വിത്ത് ഉണ്ടാക്കാൻ കഴിവില്ലാത്ത പ്ലാന്റുകളെ നമുക്ക് ക്രിപ്റ്റോഗ്യാംസ് എന്ന് വിളിക്കാം. ആ ക്രിപ്റ്റോഗ്യാംസിൽ വരുന്നവരാണ് ആൽഗി, ബ്രയോഫൈറ്റ്, ടെറിഡോഫൈറ്റ്. ഓക്കെ, അപ്പം ഈ വിത്ത് ഉണ്ടാക്കാൻ കഴിവില്ലാത്ത പ്ലാന്റുകളിൽ ആദ്യമായിട്ട് വാസ്കുലർ ടിഷ്യൂ ആയ സൈലോം ഫ്ലോയവും ഉണ്ടാകുന്നത് എവിടെ നിന്നാണ്? ടെറിഡോഫൈറ്റിൽ നിന്നാണ്. ഓക്കെ, അപ്പോൾ ക്രിപ്റ്റോഗ്യാംസിലാണല്ലോ ആൽഗയും ബ്രയോഫൈറ്റും ടെറിഡോഫൈറ്റും വരുന്നത്. അല്ല, ആൽഗയ്ക്കും ബ്രയോഫൈറ്റിനും സൈലോം ഫ്ലോയവും ഇല്ല, വാസ്കുലർ ടിഷ്യൂ ഇല്ല. എന്നാൽ ടെറിഡോഫൈറ്റിന് എന്തുണ്ട്? വാസ്കുലർ ടിഷ്യൂ ആയ സൈലോം ഫ്ലോയോ ഉണ്ട്. അതുകൊണ്ട് നമ്മുടെ ടെറിഡോഫൈറ്റിനെ കോമൺ ആയിട്ട് വിളിക്കുന്ന പേരാണ് വാസ്കുലാർ ക്രിപ്റ്റോഗ്യാംസ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, ഒരുപാട് എക്സാമിൽ ചോദിച്ചിട്ടുള്ളതാണ്. വിച്ച് ഓഫ് ദി ഫോളോയിങ് പ്ലാന്റ് ഗ്രൂപ്പ് ഈസ് കൺസിഡർഡ് ആസ് വാസ്കുലാർ ക്രിപ്റ്റോഗ്യാംസ്? ദ ആൻസർ ഈസ് ടെറിഡോഫൈറ്റ്. ഓക്കെ, അതുപോലെ ബ്രയോഫൈറ്റിനൊരു വിശേഷണമുണ്ട്. ബ്രയോഫൈറ്റ്സ് ആർ കോമൺലി കോൾഡ് ആസ് ആംബിബിയൻസ് ഓഫ് ദി പ്ലാന്റ് കിങ്ഡം. വൈ ദേ ആർ കോൾഡ് സോ? ബിക്കോസ് ദേ ആർ യൂഷ്വലി ഗ്രോയിങ് ഓൺ land or soil, but they also depends on water for their fertilization or sexual reproduction. Hence the name amphibians of the plant kingdom. ഓക്കെ, ബ്രയോഫൈറ്റിനെ പ്രധാനമായിട്ട് കരയിലാണ് കാണാൻ പറ്റുന്നത്. മാത്രമല്ല അത് വെള്ളത്തിനെ ആശ്രയിക്കുന്നുണ്ട് അറ്റ് സെയിം ടൈം. എന്തിനു വേണ്ടിയാണ്? ഫെർട്ടിലൈസേഷന് വേണ്ടി. ഓക്കെ, അതുകൊണ്ടെന്ന് വിളിക്കാം, കരയും വെള്ളത്തെയും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് ആംബിബിയൻസ് ഓഫ് ദി പ്ലാന്റ് കിങ്ഡം എന്നാണ് ബ്രയോഫൈറ്റിനെ വിളിക്കുന്നത്. ഇനി ആൽഗയ്ക്ക് എന്തെങ്കിലും പേരുണ്ട്? ആൽഗ വിളിക്കുന്ന പേരാണ് താലോഫൈറ്റ്, അല്ലേ? ആൽഗയുടെ പ്ലാന്റ് ബോഡി നോക്കിക്കഴിഞ്ഞാൽ അവിടെ റൂട്ടെന്നോ സ്റ്റെമ്മെന്നോ അതുപോലെ തന്നെ ലീഫൊന്നോ ഡിസ്റ്റിങ്ഷൻ ഇല്ല, അല്ലേ? അതുകൊണ്ട് ഹൈലി അൺഡിഫറൻഷ്യേറ്റ് ആണ് ആൽഗയുടെ പ്ലാന്റ് ബോഡി. സച്ച് എ ടൈപ്പ് ഓഫ് അൺഡിഫറൻഷ്യൽ പ്ലാന്റ് ബോഡി സെറ്റ് ടു ബി താലസ്. അപ്പോൾ അതുകൊണ്ട് ആൽഗ വിളിക്കുന്ന പേര് താലോഫൈറ്റ ഓർ താലോഫൈറ്റ്സ് എന്നാണ്. കണ്ടോ? അപ്പോൾ ഈ 3 പ്ലാന്റ് ഗ്രൂപ്പുകളുടെ വിശേഷണം പറഞ്ഞ ആൽഗ അറിയപ്പെടുന്ന താലോഫൈറ്റ് എന്നാണ്. വൈ? ബിക്കോസ് ദേ പൊസസ് ദ അൺഡിഫറൻഷ്യേറ്റഡ് പ്ലാന്റ് ബോഡി. ദ പ്ലാന്റ് ബോഡി is not differentiated into root, stem and leaf-like structure. Then bryophytes are commonly known as amphibians of the plant kingdom. Why? Because they depends on water for fertilization. At the same time they are usually growing on land. ഇനി നമ്മുടെ ടെറിഡോഫൈറ്റിൻ്റെ വിശേഷണത വളരെ പ്രധാനപ്പെട്ടതാണ്. എന്താ? They are known as vascular cryptogams. Why? Because among cryptogams means what? Those plants which are not having the capacity to produce seed. അല്ലേ? Among cryptogams, these pteridophyte exhibit what? Vascular tissue, namely xylem and phloem. Hence the name വാസ്കുലർ ക്രിപ്റ്റോഗ്യാംസ്. നോക്കി, താഴെ പറയുന്ന കാര്യങ്ങളെല്ലാം തുടങ്ങുന്നത് ടെറിഡോഫൈറ്റിൽ നിന്നാണ്. ശ്രദ്ധിച്ച് കേട്ടോണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്നാമത്തത്, സ്പോറോഫൈറ്റ് ആസ് മെയിൻ പ്ലാന്റ് ബോഡി സ്റ്റാർട്ട് ഫ്രം ടെറിഡോഫൈറ്റ്. ഓക്കെ, സ്പോറോഫൈറ്റ് പ്രധാനപ്പെട്ട പ്ലാന്റ് ബോഡി ആയിട്ട് വരുന്നത് ഞാൻ പറഞ്ഞു ടെറിഡോഫൈറ്റ് മുതലാണ്, അങ്ങോട്ടാണ്. ഇനി അടുത്ത് നോക്കി, രണ്ടാമത്തെ നോക്കി, ആക്ച്വൽ റൂട്ട്, ആക്ച്വൽ സ്റ്റെം ആൻഡ് ആക്ച്വൽ ലീഫ് ഈസ് ആൾസോ സ്റ്റാർട്ടഡ് ഫ്രം ടെറിഡോഫൈറ്റ്. ഓക്കെ, ബ്രയോഫൈറ്റിലായാൽ നിങ്ങൾക്ക് അവിടെ സ്റ്റെമ്മ്, റൂട്ട്, ലീഫ് ആക്ച്വൽ അല്ലാതെ, റിയൽ അല്ലാതെ സ്റ്റെം ലൈക്ക്, റൂട്ട് ലൈക്ക്, ലീഫ് ലൈക്ക് സ്ട്രക്ചറാണ്. എന്നാൽ ആൽഗയിൽ അങ്ങനെയുള്ള സ്ട്രക്ചർ പോലും ഇല്ല. ഓക്കെ,
അപ്പോൾ നോക്കി ആക്ച്വൽ സ്റ്റെം, ആക്ച്വൽ റൂട്ട് ആക്ച്വലി സ്റ്റാർട്ട് ഫ്രം ടെഡോഫൈറ്റ്. അടുത്ത പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത് ദി വാസ്കുലർ ടിഷ്യൂ നെയ്മലി സൈലം ആൻഡ് ഫ്ലോയം ആൾസോ സ്റ്റാർട്ട്സ് ഫ്രം ടെഡോഫൈറ്റ്. ഇനി അടുത്ത പോയിട്ട് എന്ന് പറയുന്നത് heterospore starts from pteridophyte. The phenomenon of production of two different types of spores starts from pteridophyte. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണം. മാത്രമല്ല ഒരു പ്രധാനപ്പെട്ട പോയിൻ്റ് ഉണ്ട്. ദി ടെഡോഫൈറ്റ്സ് ആർ ദി ഫസ്റ്റ് ടെറസ്ട്രിയൽ പ്ലാന്റ് നോൺ ടു ഒക്കർ ദി വാസ്കുലർ ടിഷ്യൂ നെയ്മലി ബോത്ത് സൈലം ആൻഡ് ഫ്ലോയം. കരയിലുള്ള ഒരു പ്ലാന്റിന് ആദ്യമായിട്ട് സൈലവും ഫ്ലോയവും ഉണ്ടായി വരുന്നത് ഏത് പ്ലാന്റ് ഗ്രൂപ്പിലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കരയിൽ കാണപ്പെടുന്ന പ്ലാന്റ് ആണല്ലോ ബ്രയോഫൈറ്റ് അല്ലേ. കരയിൽ കാണപ്പെടുന്ന പ്ലാന്റാണ് ടെഡോഫൈറ്റ്. അതിൽ ബ്രയോഫൈറ്റിലില്ല, ടെഡോഫൈറ്റിലാണ്. അതുകൊണ്ടാണ് പറയുന്നത് കരയിൽ കാണപ്പെടുന്ന ഒരു പ്ലാന്റിൽ സൈലവും ഫ്ലോയും ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നത് എവിടെയാണ്? ടെഡോഫൈറ്റിലാണ്. എനിക്ക് തോന്നുന്നു ഇനി നിങ്ങൾക്ക് ഇതിൻ്റെ ഉത്തരം കണ്ടുപിടിക്കാൻ പ്രയാസമൊന്നുമില്ല. അപ്പോൾ എന്താ സ്പോറോകാർപ്പ് സ്പെഷ്യലൈസ്ഡ് റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ ഫൗണ്ട് ഇൻ വിച്ച് പ്ലാന്റ്? In Marsilia. It's an aquatic pteridophyte or aquatic fawn. ഓക്കെ, അപ്പോൾ ഈ ചോദ്യത്തിൻ്റെ കറക്റ്റ് ഉത്തരം എന്താ? ഓപ്ഷൻ ബി, മാർസീലിയ. നോക്കിയേ ഈ ക്വസ്റ്റ്യൻ നോക്കിയേ. വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് ഈസ് ആൻ അഡ്വാൻസ്ഡ് ടൈപ്പ് ഓഫ് സ്റ്റീൽ ഫൗണ്ട് ഇൻ ടെഡോഫൈറ്റ്? എ ഹാപ്ലോസ്റ്റീൽ, ബി പ്ലക്ടോസ്റ്റീൽ, സി മിക്സഡ് പ്രോട്ടോസ്റ്റീൽ ആൻഡ് ദ ലാസ്റ്റ് ഓപ്ഷൻ ഈസ് സൈഫണോസ്റ്റീൽ. ഓക്കെ, അപ്പോൾ നമ്മൾ ഏതൊരു പരീക്ഷ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ബയോളജി റിലേറ്റഡ്, അതായത് ബോട്ടണി, എസ്പെഷ്യലി ബോട്ടണി റിലേറ്റഡ് കോമ്പറ്റീവ് എക്സാമിനേഷൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും നമുക്ക് ഈവൻ CSIR നെറ്റ് എക്സാമിനേഷന് പോലും സ്റ്റീലിനെ ബേസ് ചെയ്ത് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ ഈ സ്റ്റീലാർ എവല്യൂഷൻ തന്നെ പഠിക്കുന്ന ടെഡോഫൈറ്റിനെ ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ ഉടൻ തന്നെ ഞാൻ ഈ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സ്റ്റീലും ആ സ്റ്റീലാർ എവല്യൂഷൻ്റെ അതിൽ പഠിക്കേണ്ട പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സും ഒക്കെ ഞാൻ ഒരു വീഡിയോ ആയിട്ട് ഇടുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താണ് സ്റ്റീൽ എന്ന് നോക്കാം. വാട്ട് യു മീൻ ബൈ സ്റ്റീൽ? ഇന്നർ കോർ ഓഫ് സ്റ്റെം ഓർ റൂട്ട് ക്യാൻ ബി കോൾഡ് ആസ് സ്റ്റീൽ. ഓക്കെ, നമ്മുടെ സ്റ്റെമ്മിൻ്റെ അല്ലെങ്കിൽ റൂട്ടിൻ്റെ അനാട്ടമി എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഇന്നർ കോർ, അകക്കാമ്പിനെ വിളിക്കുന്ന പേരാണ് സ്റ്റീൽ. ഓക്കെ, സ്റ്റീലിൻ്റെ ഔട്ടർ മോസ്റ്റ് ലെയർ എന്ന് പറയുന്നത് പെരിസൈക്കിൾ ആയിരിക്കും. സ്റ്റീൽ ഉൾക്കൊണ്ടിരിക്കുന്ന എന്തായിരിക്കും? വാസ്കുലർ ടിഷ്യൂ ആയ സൈലത്തിനെയും ഫ്ലോയത്തിനെയും ആയിരിക്കും. ഓക്കെ, എപ്പോഴും ഒരു അഡ്വാൻസ്ഡ് ടൈപ്പ് ഓഫ് സ്റ്റീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ആ സ്റ്റീലിൻ്റെ ഉള്ളിൽ എന്ത് കാണണം? പിത്ത് അഥവാ മെഡുല്ല കാണണം. ഓക്കെ, സെൻട്രൽ പോർഷനിൽ കാണപ്പെടുന്ന പാരൻകൈമാറ്റസ് ആയിട്ടുള്ള ആ റീജിയൻ വിളിക്കുന്ന പേരാണ് മെഡുല്ല ഓർ പിത്ത്. കണ്ടോ? അപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു ക്രോസ് സെക്ഷൻ എടുത്ത് നോക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? സൈലവും ഫ്ലോയവും നമ്മുടെ ആ സ്റ്റീലിൻ്റെ മാർജിനോട് ചേർന്ന് കിടക്കുന്നതായിട്ട്, ഒരു സ്പെറിക്കൽ ഷേപ്പിൽ കിടക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. എന്നാൽ സെൻട്രൽ റീജിയനിൽ നമുക്ക് കാണാൻ പറ്റുന്നത് പാരൻകൈമാറ്റസ് ആയിട്ടുള്ള ഈ മെഡുല്ല അല്ലെങ്കിൽ പിത്തിനെയാണ് കാണാൻ പറ്റുന്നത്. ഓക്കെ, അപ്പോൾ അത് ഒഴിഞ്ഞു കൊടുക്കുന്ന പോലെ നമുക്ക് തോന്നും, ഒരു സീറോയുടെ ആകൃതിയിൽ, റൗണ്ട് ഷേപ്പിൽ. ഓക്കെ, നോക്കി ഈ സൈഫണിൻ്റെ അർത്ഥം തന്നെ എന്താ? കുഴലെന്നാണ് അല്ലേ. നമ്മളൊരു കുഴലിൻ്റെ ക്രോസ് സെക്ഷൻ എടുത്താൽ എന്താ? സീറോ ഷേപ്പ്ഡ് ആയിരിക്കും, ശരി, റൗണ്ട് ഷേപ്പ്ഡ് ആയിരിക്കും. ഓക്കെ, അങ്ങനെ ഏതൊരു സ്റ്റീലിൽ നമ്മൾ നോക്കിയാലും, അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സ്റ്റീൽ നോക്കിക്കഴിഞ്ഞാലും നമുക്ക് ആ നടുക്ക് ഭാഗം ഈ സീറോ പോലെ O ഷേപ്പിൽ പിത്ത് കൊണ്ട് നിറഞ്ഞിരിക്കും. അത്തരത്തിലുള്ള സ്റ്റീലിനെയാണ് അനാട്ടമി പ്രകാരം അഡ്വാൻസ്ഡ് സ്റ്റീലായിട്ട് കാണുന്നത്. കണ്ടോ? ഇപ്പോൾ സൈഫൺ എന്ന് ഇവിടെ കേട്ട് കഴിഞ്ഞാൽ കുഴലെന്ന് പറയുമ്പോൾ എന്തായാലും ക്രോസ് സെക്ഷൻ സീറോ ഷേപ്പ്ഡാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ക്വസ്റ്റ്യൻ്റെ കറക്റ്റ് ആൻസർ എന്താ? ഇതിലെ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സ്റ്റീൽ ഏതാ? ടെഡോഫൈറ്റാണ് സൈഫണോസ്റ്റീൽ. സൈഫണോസ്റ്റീൽസ് ആർ ദോസ് സ്റ്റീൽ വിത്ത് സെൻട്രൽ മെഡുല്ല ഓർ പിത്ത് വിച്ച് ഈസ് കൺസിഡർഡ് ആസ് advanced steel as per anatomy. So the correct answer for this question is option D. ഞാൻ പറഞ്ഞു പലതരത്തിലുള്ള സ്റ്റീലുണ്ടെന്ന്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എക്സാമിനേഷൻ പോയിൻ്റ് ഓഫ് വ്യൂവിൽ. അപ്പോൾ അത്തരത്തിലുള്ള പലതരത്തിലുള്ള സ്റ്റീലുകളെക്കുറിച്ച് വളരെ വ്യക്തമായി നമുക്ക് പഠിക്കാൻ സാധിക്കുന്ന ഒരു വീഡിയോ ഞാൻ ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നത് ആയിരിക്കും. ഓക്കെ, ആൻ എക്സാമ്പിൾ ഫോർ ലിവിങ് ഫോസിൽ ഈസ് A. Lycopodium, B. Selaginella, C. Xylotum and D. Lygenopteris. Yes, the xylotails have often been called living fossil. ഓക്കെ, അപ്പോൾ സൈലോട്ടൈൽസ് എന്ന് പറയുന്ന ആ കാറ്റഗറിയിൽ വരുന്നതാണ് സൈലോട്ടം. സൈലോട്ടത്തെ ലിവിങ് ഫോസിലായിട്ട് കൺസിഡർ ചെയ്യുന്നു. ലിവിങ് ഫോസിൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, രണ്ട് പ്ലാന്റ് ഗ്രൂപ്പുകൾ തമ്മിൽ കണക്ട് ചെയ്യുന്ന ആ പ്ലാന്റിനെ നമുക്ക് എന്ത് വിളിക്കാം? ലിവിങ് ഫോസിലിന് എന്ന് വിളിക്കാം അല്ലേ. അതായത് അത് ആ രണ്ട് പ്ലാന്റ് ഗ്രൂപ്പുകൾ തമ്മിൽ കണക്ട് ചെയ്യുന്നു എന്ന് പറയുന്നത് രണ്ട് പ്ലാന്റ് ഗ്രൂപ്പിൻ്റെയും ക്യാരക്ടർ ഒരു പരിധിയിൽ കാണിക്കുന്നുണ്ട്. അങ്ങനെയുള്ളവരെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ലിവിങ് ഫോസിൽ എന്ന് വിളിക്കുന്നത്. ഓക്കെ.
നമുക്കറിയാം ജിംനോസ്പേമിൻ്റെ കേസിൽ, അതായത് വിത്തുണ്ടാക്കാൻ കഴിവുള്ള എന്നാൽ ഫ്രൂട്ട് പ്രൊഡ്യൂസ് ചെയ്യുകയോ ഫ്ലവർ പ്രൊഡ്യൂസ് ചെയ്യുകയോ ചെയ്യാത്ത പ്ലാന്റുകളാണ് ജിംനോസ്പേം. നേക്കഡ് സീഡഡ് ആൻഡ് നോൺ ഫ്ലവറിങ് പ്ലാന്റാണ് ജിംനോസ്പേം. ആ ജിംനോസ്പേമിൽ ജിങ്കോ ബൈലോബ എന്ന് പറയുന്ന പ്ലാന്റ് നമ്മൾ എന്തായിട്ട് കൺസിഡർ ചെയ്യാറുണ്ട്? ലിവിങ് ഫോസിലായിട്ട് കൺസിഡർ ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ സൈക്കസിനെയും നമ്മൾ എന്തായിട്ട് കൺസിഡർ ചെയ്യാറുണ്ട്? ലിവിങ് ഫോസിലായിട്ട് കൺസിഡർ ചെയ്യാറുണ്ട്. കാരണം അവർ ടെറഡോഫൈറ്റിൻ്റെ കുറച്ച് ക്യാരക്ടറും കാണിക്കുന്നുണ്ട്, ജിംനോസ്പേമിൻ്റെ ക്യാരക്ടറും കാണിക്കുന്നുണ്ട്. അപ്പോൾ രണ്ട് പ്ലാന്റ് ഗ്രൂപ്പുകൾ തമ്മിൽ കണക്ട് ചെയ്തൊരു കണക്റ്റീവ് ലിങ്കായിട്ട് നിൽക്കുന്ന ജീവനുള്ള ഫോസിലുകളായതുകൊണ്ടാണ് അതിനെന്ത് വിളിക്കുന്നത്? ലിവിങ് ഫോസിൽ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് ക്ലിയറാണ്. ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഏതാ? ഓപ്ഷൻ സി, സൈലോട്ടം. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്. ബാക്കിയുള്ള പോർഷൻ ഞാൻ ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ നമ്മൾ ഏകദേശം 65ഓളം ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. എല്ലാവരും നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. ഞാൻ പറഞ്ഞതുപോലെ ഹാർഡ് വർക്ക് ചെയ്യാൻ ശ്രമിക്കുക. തീർച്ചയായിട്ടും ഫലം ഉണ്ടാവും. ഓക്കെ, വൺസ് അഗെയിൻ താങ്ക് യു ഫോർ വാച്ചിങ്. ഓക്കെ ഫ്രണ്ട്സ്, എൻ്റെ ഈ വീഡിയോയിൽ നിന്ന് നിങ്ങൾക്ക് ഗുണപ്രദമായിട്ടുള്ള എന്തെങ്കിലും കാര്യം ലഭിച്ചിട്ടുണ്ടെങ്കിൽ, മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോ കൂട്ടുകാരുമായിട്ട് ഷെയർ ചെയ്യുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മാത്രമല്ല, ഞാനിടുന്ന വീഡിയോകൾ ഉടനടി നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് കിട്ടുവാൻ വേണ്ടി ആ ബെൽ ഐക്കണും കൂടി പ്രസ് ചെയ്യുക. നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്ത ആ പാർട്ടുകൾ നിങ്ങൾക്ക് കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാനതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നതായിരിക്കും. അത് നിങ്ങൾക്ക് ഉപയോഗപ്രദമാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, എല്ലാവരും സേഫായിട്ടിരിക്കുക. അതുപോലെ തന്നെ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുക. തീർച്ചയായിട്ടും നമുക്ക് അതിൻ്റെ റിസൾട്ട് പരീക്ഷയിൽ കാണാൻ സാധിക്കും. ഓൺസ് അഗെയിൻ സ്റ്റേ സേഫ്, പ്രിപ്പയർ വെരി വെൽ. ഓക്കെ, ഐ ആം സൈനിങ് ഓഫ്. താങ്ക്സ് സോ മച്ച്.